അങ്ങനെ 1961 ഞാൻ ഈ പോലീസ് സ്റ്റേഷനിലൊരു പത്രത്തിൻ്റെ അന്ന പത്രങ്ങളൊന്നും ഇവിടെ ഇല്ല, വേറെ പ്രതിനിധികൾ അങ്ങനെയൊന്നുമില്ല. ഞാൻ മാത്രം 15-ാമത്തെ വയസ്സ് മുതൽ ഞാൻ പത്രത്തിൻ്റെ റിപ്പോർട്ട് അയച്ചു തുടങ്ങി, പത്രത്തിലേക്ക് റിപ്പോർട്ട് അയച്ചു തുടങ്ങി. അപ്പോൾ ഇവിടെ വരുമ്പോൾ അന്നൊക്കെ ഈ സംഘടനകളുടെ കാര്യങ്ങളാണ് പത്രത്തിൽ വാർത്ത വരുന്നത്. പിന്നെ ഈ എഡിഷനൊക്കെ വന്ന് തുടങ്ങിയപ്പോഴാണ് ഇതിന് പ്രചാരം വർദ്ധിച്ചതും ആളുകൾ ഇൻ്റർവ്യൂകൾ ചെയ്യുന്നതും മറ്റൊക്കെ തുടങ്ങിയത് പിന്നീടാണ്. അപ്പോൾ ഞങ്ങൾ അന്ന് പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ അയാൾക്കില്ല, ഞാൻ 15 കേസിൻ്റെ കാര്യം തിരക്കാനായിട്ട് പോയത്. അന്നത്തെ വേല എന്നായിരുന്നു പറഞ്ഞൊരു സർക്കിൾ ഇൻസ്പെക്ടർ. അയാൾക്ക് ഞാൻ ചെന്നത് പിടിച്ചില്ല. അയാൾക്ക് ഗൗരവം വന്നു. പയ്യനല്ലേ, ഞാൻ പയ്യനല്ലേ, 15 വയസ്സല്ലേ ഉള്ളൂ. അങ്ങനെ അയാൾ ആക്രോശിച്ച് വലിയ ഇതൊക്കെ കാണിച്ച് ആരാ IG വല്ലതും ഇവിടെ വിവരാനടിക്കാന്ന്. ഞാൻ പറഞ്ഞേ ഞാൻ ഇങ്ങനെ പത്രത്തിൻ്റെ ഒരു വിവരമാണ്, ഇവിടെ സാധാരണ വന്ന് വാങ്ങിക്കാറുണ്ട് പോകാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ അയാൾ പറഞ്ഞു പോടോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്തോട്ട് വന്നു. ഞാൻ പതുക്കെ പിറകോട്ട് മാറി, അന്നത്തെ പ്രായമല്ലേ. മാറി വന്നപ്പോഴത്തേക്ക് ഞാൻ പോന്നു. ഞാൻ ഇനി വന്നിട്ട് പത്രാധിപർക്ക് ഈ കാര്യങ്ങളെല്ലാം കൂടെ കാണിച്ച് പത്രാധിപർക്ക് ഈ ലെറ്റർ അയച്ചു. അപ്പോൾ അന്നത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഒരു കൃഷ്ണമൂർത്തി എന്ന് പറഞ്ഞ ഒരുത്തനാണ്. ആ കൃഷ്ണമൂർത്തി ഇവരുടെ അടുത്ത് പറഞ്ഞിരുന്നത് ഏതായാലും ഒരു കേസ് നിങ്ങൾ എന്തെങ്കിലും എഴുതി ഇട്ടേക്കണം, അത് ഇത് ചിലപ്പോൾ എന്തെങ്കിലും ബാധിക്കും എന്ന് പറഞ്ഞു. ഞാൻ ഈ പത്രാധിപർക്ക് അയച്ച അന്നത്തെ പത്രാധിപരുടെ എഴുത്തോടുകൂടി SP അന്നത്തെ SP വിജയൻ എന്ന് പറഞ്ഞ ഒരാളാണ്, അങ്ങേർക്ക് അയച്ച് എൻ്റെ കത്തും പത്രാധിപരുടെ കത്തും കൂടെ, ഈ കത്തും കൂടെ വെച്ചിട്ടാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് കുറെ ചോദിച്ചപ്പോഴത്തേക്ക് ഇവരിവിടെ എഴുതി വെച്ച് ഞാൻ ഈ 15-ാമത്തെ വയസ്സിൽ പാറാവുകാരൻ്റെ അടുത്ത് അവമര്യാദയായി പെരുമാറുകയും താനാരടോ ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാൻ കയറിയും. ഇങ്ങനെ ഇവർ കേസ് എഴുതി അവിടെ വെച്ച് അപ്പോൾ കേസ് എഴുതി വെച്ചപ്പോഴത്തേക്ക് കേസ് എഴുതി വെച്ചേക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഇത് വന്നപ്പോഴാണ് അയാൾ ഇതിന് മറുപടി അയച്ചു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഈ കേസ് കോടതിയിൽ അന്ന് ഗംഗാധരൻ എന്ന് പറഞ്ഞൊരു മജിസ്ട്രേറ്റാണ്. അപ്പോൾ ഞാൻ അവിടെ പത്രവും കൊടുക്കുന്നവനാണ്, പത്രം എനിക്കറിയാവുന്നുള്ള പേട്ടേക്കാരനാണ് അയാൾ. പിന്നെ അങ്ങനെ ഈ കേസിൻ്റെ ഇത് വന്നപ്പോഴത്തേക്ക് ജാമ്യം അവിടെയൊക്കെ വക്കീലിനെ കണ്ട് ജാമ്യമൊക്കെ എടുത്ത് എന്നിട്ട് നമ്മളൊരു പ്രചരണം അന്ന് നടത്തി. പെരുമ്പങ്കോട് ശ്രീധരൻ നായരും ഈശ്വരയ്യരുമാണ് ഇത് കേസ് വാദിക്കാൻ പോണത് എന്ന പ്രപഗൻഡ വന്നു. അത് കാണാനും പെരുമ്പങ്കോട് ശ്രീധരൻ നായർ അവിടെയൊക്കെ നമ്മൾ പോയിട്ടുണ്ട്, അറിയാമെന്ന്. അങ്ങനെ ഇവരാകെ വരണ്ട്. പബ്ലിക് പ്രോസിക്യൂട്ടർ അയാൾ പറഞ്ഞു കൊടുത്ത് വാദി ഹാജരാവണ്ട, വാദി ഹാജരായാൽ കുഴപ്പമാണെന്ന് പറഞ്ഞ് അങ്ങനെ അയാൾ തോട്ടക്കാട്ടുള്ള ഒരുത്തനാണ്. അങ്ങനെ കേസ് ആള് വരാത്തതുകൊണ്ട് തള്ളി. പിന്നെ വക്കീലും പറഞ്ഞ് പിന്നെ പത്രാധിപരും പറഞ്ഞ് വേണമെങ്കിൽ നമുക്ക് മാനനഷ്ടത്തിന് കേസ് കൊടുക്കാം. ഞാൻ പറഞ്ഞ് എന്തിനെ നീ കിടന്ന് ശല്യം ഉണ്ടാക്കണമെന്ന് എന്ന് പറഞ്ഞ്. അപ്പോൾ പിന്നീടാണ് അറിയുന്നത് രാമര വക്കീലമായ ഉണ്ണികൃഷ്ണൻ സാർ എന്ന ട്രഷറിയിൽ ജോലിയാണ്. ഈ ട്രഷറിയിൽ ജോലിയിലിരിക്കുമ്പോഴത്തേക്ക് ഇവിടെ അയാൾ വേറെ എവിടെയോ ഈ സർക്കിൾ ഇൻസ്പെക്ടർ പിന്നെ പോയതായിട്ട് ഇത് വെച്ചിട്ട് ഇന്നലെ എഴുതി വെച്ചിരിക്കുന്നത് ഇവിടെ കിടപ്പുണ്ട്, അവരുടെ കയ്യിലുണ്ട്. എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെയാണ് ഇന്നത്. അപ്പോൾ ഇയാളും അവിടുത്തെ സാക്ഷിയാണെന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഇവർ 3 പേരും സബ് ഇൻസ്പെക്ടർ, സർക്കിള്, പിന്നെ ഇവരെല്ലാം ഉള്ള സാന്നിധ്യത്തിലാണ് ഞാനിതെല്ലാം ചെയ്തിരിക്കണമെന്നാണ് പറഞ്ഞത് ചെയ്യുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് കേസെടുക്കണം, വേണമെങ്കിൽ കൊടുക്കാമെന്ന് പറഞ്ഞു പത്രം. പിന്നെ ഞാൻ വിചാരിച്ച എന്തിനു വേണ്ട, അതിൻ്റെ കാര്യമില്ല. പിന്നെ വേറെ കാര്യങ്ങളൊക്കെ പലതും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഞാനും വക്കീലും അവിടെ ചെന്ന് സംസാരിക്കാറുണ്ട്. ഗംഗാരമേറ്റി അപ്പുറത്ത്, വക്കീൽ ഇപ്പുറത്ത്, അതിൻ്റെ കേസ് ഞാനും വക്കീലും കൃഷ്ണപിള്ള സാറും പിന്നെ വേറെ ആരിവിടെ ഉണ്ടായിരുന്നു. ഞാനും ഇവരും കൂടെ ശ്രീ കേശവൻ മരിച്ചപ്പോൾ മയ്യനാട് പോയിരുന്നു. ഞങ്ങൾ മയ്യനാട് ശ്രീ കേശവൻ മരിച്ചപ്പോൾ അവർ ഇതിന് മരണാനന്തര ചടങ്ങിനെ പോയിരുന്നു. ഞങ്ങളെല്ലാം കൂടെ
ആണ് പോയത്. പിന്നെ പത്രാധിപർ മരിച്ചപ്പോഴത്തേക്ക് പത്രാധിപരുടെ അനുസ്മരണം നടത്താൻ ഒരു യോഗം കച്ചേനടയിൽ വെച്ചു. അതിൽ വക്കീല് പിന്നെ അവിടുത്തെ രാഷ്ട്രീയ എല്ലാ ബന്ധത്തിലുമുള്ള ആളുകൾ ഒക്കെ പ്രസംഗിക്കാൻ വന്നിട്ടുണ്ട്. അത് തന്നെ വക്കീല് തന്നെ ഈ കേസ് തള്ളിയ വിവരം, അതിൻ്റെ വിവരങ്ങൾ എല്ലാം കൂടെ ഞാൻ പറഞ്ഞു കൊടുത്ത് അതെല്ലാം എഴുതി ഒരു ആ പേപ്പറിൻ്റെ ഇരിപ്പുണ്ട് ഇപ്പോഴും. അക്ഷരം എന്താ ചെയ്തിട്ടുള്ള കയ്യക്ഷരം അത്ര ഭംഗിയായ കയ്യക്ഷരത്തോടുകൂടിയുള്ള അത് ഞാൻ ഇവിടെ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. 10-11 വയസ്സിൽ അര ടിക്കറ്റിൽ ട്രെയിനിൽ തിരുവനന്തപുരത്ത് പോണത് മുതൽ ഇവിടെ ചെറുകിഴി പോയിട്ട് വെച്ചാണ് പോണത്. അര ടിക്കറ്റിലാണ് പോയിട്ട് വരണത്. ചിലപ്പോൾ പത്രം വരാൻ ചക്രത്തിൻ്റെ അടപ്പിൻ്റെ ഒക്കെ കുഴപ്പം വരുമ്പോഴത്തേക്ക് ചക്രം അപ്പോഴത്തേക്ക് ഞാൻ പോയിട്ടാണ് എടുത്തോണ്ട് വന്നിട്ടാണ് ഇത് വിതരണം ചെയ്യണത്. ഈ വിതരണം ചെയ്തിട്ടാണ് സ്കൂളിൽ പോണത്. വിതരണം തികത്ത് വേറെ പിള്ളേരൊക്കെ ഉണ്ട്, ചെറിയ പിള്ളേർ സഹോദരി വരെ പിന്നെ ഒരു റൂട്ടിൽ ഇങ്ങനെ പത്രം കൊടുക്കും. അന്ന് എല്ലാ വീട്ടിലും പത്രമില്ല. പ്രധാനപ്പെട്ട ആളുകൾ വീട് അത്രയും പത്രം വായിക്കാറുള്ളൂ, വേറെ മറ്റാരും വായിക്കാറില്ല. അപ്പോൾ ഇത് അന്ന് വേറെ പേപ്പറൊന്നുമില്ല. മലയാള രാജ്യം, പ്രഭാതം 2 പത്രമേ ആറ്റിങ്ങൽ വരുന്നുള്ളൂ. വേറെ ഒരു പത്രവും ഇന്നല്ല. എല്ലാ എഡിഷൻ വന്നപ്പോഴാണ് പത്രപ്രതിനിധികൾ ഇവരൊക്കെ വന്നത്. അതൊക്കെയാണ് എങ്ങനെയാണ് ഉണ്ടായത്. ഇപ്പം പിന്നെ തൂറിയാലും എടുത്താലും ഒക്കെ പത്രത്തിൽ ന്യൂസ് വരുമല്ലോ. വേറെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. എങ്ങനെ വന്നത് എന്തെങ്കിലും വേണമെന്നുള്ളതാണ്. അതുപോലെ പക്ഷം പഠിച്ച കേരള പക്ഷം പഠിച്ച CPയുടെ കാലത്ത് CPക്ക് അനുകൂലമായിട്ടും മഹാരാജാവിൻ്റെ കാലത്ത് CPക്ക് അനുകൂലമായിട്ട് പിന്നീട് കോൺഗ്രസിൻ്റെ ഓരോ ഘട്ടങ്ങളിലും കോൺഗ്രസിൻ്റെ ഘട്ടത്തിൽ കാളപ്പെട്ടിയിൽ വോട്ട് ചെയ്യുക എന്ന് വരെ എന്നും പത്രത്തിൽ അടിക്കും. ഈ പത്രം എടുത്തോണ്ട് നമ്മൾ കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്ക് ആളുകൾ പറയണ നിന്നേക്ക് അപ്പം അച്ഛനൊക്കെ മരിച്ച് ഞാൻ കൊടുക്കുന്നത് നിങ്ങളെ വിചാരിച്ചാണ് ഇത് എടുക്കണത്. പല ആളുകളും അന്നത്തെ രാഷ്ട്രീയ മാറ്റത്തിൻ്റെ അനുസരിച്ച് അവർ പറയണത് നിങ്ങളെ ഉദ്ദേശിച്ചാണ് ഈ പത്രം എടുക്കണത്. അതോ ഇത് കഴിഞ്ഞിട്ട് മാറി ആണ് പത്രത്തിൻ്റെ നയം മാറ്റി കൊണ്ടുപോകുന്നതാണ്. ഇപ്പോൾ എല്ലാ ഒന്നും തന്നെ 48 ആർ പ്രകാശം കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് മദ്രാസിൽ നിന്നും വരുന്നത്. മദ്രാസിൽ നിന്നും വന്നിട്ട് ഇവിടെ സദാശിവൻ ടൈലർ എന്നൊരാളുണ്ടായിരുന്നു. അയാൾ സെലോണിൽ വന്നിട്ട് ഇപ്പം നാരായണ പ്രസ് കിടക്കുന്നിടത്താണ് അങ്ങനെ കട. നാരായണ പ്രസ് ഇരിക്കും. അവിടെ ഒരു ബെഞ്ച് കിടപ്പുണ്ട്. ആ ബെഞ്ചിൽ വന്നിരിക്കും അവിടെ ഇരുന്നുകൊണ്ടാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചർച്ചകൾ നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അന്ന് നിരോധിച്ചിരിക്കുന്ന പാർട്ടിയാണ്. അതുപോലെ തന്നെ കുറേ കാലം പ്രകാശത്തിന് ആറ്റിങ്ങൽ ഇറങ്ങാൻ ഒത്തിട്ടില്ല. അച്ഛൻ മരിച്ചപ്പോൾ പോലും അച്ഛൻ മരിച്ചപ്പോൾ പോലും വരാൻ ഒത്തിട്ടില്ല. അങ്ങനെ പിന്നെ ആണ് 48 ഇവിടെ വന്നിട്ട് ഇവിടെ ആളുകളെ സംഘടിപ്പിക്കുന്നത് ഇതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ വന്നപ്പോഴത്തേക്ക് നമ്മളും ഒരു മച്ചമ്പിക്കാരനാണ്. അച്ഛൻ്റെ സഹോദരിയുടെ മോനാണ് ഈ സദാശിവൻ ടൈലർ. സദാശിവൻ ടൈലറെ അച്ഛൻ അന്ന് ഇവിടെ ഞാനും അമ്മയും ഞങ്ങൾ 3 പേരേ ഉള്ളു. 3 മക്കളെ ഉള്ളു. ഇതിൻ്റെ മുകളിൽ രാത്രി മെഴുതിരി കത്തിച്ച് വെച്ച് ക്ലാസ് എടുത്തിട്ടുണ്ട്. ഇവിടെയുള്ള പാർട്ടിയിലെ കംപ്ലീറ്റാ ഈ വീട്ടിൽ. ഇതിൻ്റെ മുകളിലാണ്. അങ്ങനെ വന്നപ്പോൾ എൻ്റെ മൂത്തേച്ച അപ്പുറത്ത് താമസം ഉണ്ടായിരുന്നു. അപ്പുറത്ത് പത്മനാഭൻ എന്ന് പറഞ്ഞു. ആ മൂത്തേച്ച എങ്ങനെയോ മണത്തെറിഞ്ഞ് അതെറിഞ്ഞിട്ട് സദാശിവൻ്റെ എടാ അവിടെ പിള്ളേർ മാത്രം, നിങ്ങൾ അവിടെ എന്തിനാണ് ചെയ്യണത് രാത്രി? അങ്ങനെ പിന്നെ ഇവിടെ നിന്ന് ഒഴിവാക്കിക്കൊണ്ടു. അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ നിന്ന് തുടങ്ങുന്നത്. അത് 11 വയസ്സ് 8 എൻ്റെ 8 വയസ്സ് മരിച്ചച്ഛൻ 13-11 വയസ്സൊക്കെ വരും അപ്പോഴും. അങ്ങനെയാണ് അതുമുതലുള്ള കാര്യങ്ങൾ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ചെയ്തിട്ടുള്ളത് ആറ്റിങ്ങലുള്ള പൊതുസ്ഥാപനങ്ങൾ എല്ലാം ഏതെല്ലാം കാലത്ത് എന്ന് തുടങ്ങി. ഈ സ്ഥലം വിശാഖം തിരുനാളിൻ്റെ കാലത്ത് ഇത് ലണ്ടൻ മിഷണറിമാർക്ക് കൊടുത്തതാണ്. ആ വിശാഖം തിരുനാളിൻ്റെ കാലത്ത് കൊടുത്തപ്പോഴത്തേക്ക് പ്രാഥമിക വിദ്യാഭ്യാസത്തിന് സ്കൂളുകൾ ഉണ്ടാക്കണം, അതിനു വേണ്ടി കൊടുത്തതാണ്. അങ്ങനെ അവിടുത്താണ് LMS LP സ്കൂള്. അപ്പോൾ അതിനുശേഷമാണ് ഈ പള്ളി ഇതൊക്കെ വന്നത്. അപ്പോൾ ലണ്ടൻ മിഷണറിമാരുടെ മതാമവരൊക്കെ താമസിച്ച് ഇവിടെയൊക്കെ ഇറങ്ങി നടത്തുമായിരുന്നു. സുവിശേഷ പ്രസംഗങ്ങളൊക്കെ
വീടുകളിലേക്ക് വന്ന് അവർ ചെയ്യുമായിരുന്നു. അങ്ങനെ ഇരുന്ന അതിൻ്റെ കൂടെ ശിക്ഷകളായിട്ട് വന്നതാണ് എലിസബത്ത് ജോയൽ. ഈ എലിസബത്ത് ജോയൽ ആണ് പിന്നെ 74 ഇവിടെ ഇങ്ങനെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തുടങ്ങാനുള്ള പരിപാടി ഇട്ടത്. അതുപോലെ ആണുങ്ങൾ മിഷൻ ആശുപത്രി കൊടുത്തതും ഗവൺമെൻറ് കൊടുത്തതാണ് സ്ഥലം ആശുപത്രിക്ക് വേണ്ടി. അന്ന് ആശുപത്രി അത് മാത്രമേ ഉള്ളൂ. ആശുപത്രിയൊക്കെ പിന്നീടാണ് ഓരോന്നുണ്ടായത്. പ്രകാശം കയറിയപ്പോഴാണ് 18 ആഴ്ചയ്ക്ക് മഹാരാജാവ് ഇവിടെ എഴുന്നള്ളി ഇവിടെ വന്നപ്പോഴത്തേക്ക് അവിടെ ഈ ചടങ്ങ് നടക്കുമ്പോഴത്തേക്ക് കുറച്ചു നേരം അന്നത്തെ മുനിസിപ്പൽ ചെയർമാനെയും ഇവിടുത്തെ പ്രമുഖ ഉദ്യോഗസ്ഥന്മാരെയും പിന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെയും അവരെല്ലാം വന്ന് കാണാൻ വരുമ്പോഴത്തേക്ക് അന്ന് പറഞ്ഞ് പ്രകാശത്തിന്റെ അടുത്ത് പറഞ്ഞ് പോയി കാണണമെന്ന് പറഞ്ഞു. അങ്ങേരെ അന്ന് കമ്മ്യൂണിസ്റ്റുകാരനല്ലേ, കമ്മ്യൂണിസ്റ്റുകാരന് വിചാരിക്കാൻ ബൂർഷോ അല്ലേ മഹാരാജാവ്. അപ്പൊ അങ്ങേരൊക്കെ കാണാൻ ഒരു വൈഷമ്യം. അങ്ങനെ പിന്നെ അവരെല്ലാം കൂടെ പറഞ്ഞ് പോയി കണ്ടിട്ട് അങ്ങനെ പ്രത്യേക ഉടുപ്പൊക്കെ അടിച്ചിട്ട് അങ്ങനെ കാണാൻ പോയപ്പോ ഇങ്ങേര് ചെന്നപ്പോഴത്തേക്ക് മഹാരാജാവ് ഇയാൾ ഇരുന്നിട്ട് മഹാരാജാവ് ഇരിക്കൂ, നിൽക്കേ ഉള്ളു. മഹാരാജാവ് ഒരു കണക്കിന് അവിടെ നിൽക്കേ ഉള്ളത്. അപ്പോൾ ഇങ്ങേര് ഇരുന്നതിന് ശേഷം മഹാരാജാവ് ഇരിക്കൂ. അങ്ങനെ എവിടെ ചെന്നാലും കൊട്ടാരത്തിൽ ചെന്നാലും ഞാൻ പോയിട്ടുണ്ട്. അവിടെ കൊട്ടാരത്തിൽ വേറെ എന്താ കാര്യം ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ പോയി. അപ്പോഴും നിൽക്കേ ഉള്ളു. അങ്ങനെ മഹാരാജാവിൻ്റെ അടുത്ത് പറഞ്ഞ് ഇവിടെ ഇങ്ങനെ ആശുപത്രി ഇല്ല, നമുക്ക് പിന്നെ സ്ഥലമില്ല. അങ്ങനെ മഹാരാജാവ് 49 മഹാരാജാ സ്ഥാനം പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 56 വരെ അങ്ങനെ രാജപ്രമുഖനായിട്ട് രാജപ്രമുഖനായിരുന്ന കാലത്താണ് ഇവിടെ ആശുപത്രിക്ക് തറക്കല്ലിട്ടത്. അപ്പോൾ 55 തറക്കല്ല്, 53 സ്ഥലം കിട്ടി എങ്കിലും 55 തറക്കല്ലിട്ടത്. രാജപ്രമുഖനാണ് തറക്കല്ലിട്ടത്. രാജപ്രമുഖൻ തറക്കല്ലിട്ടിട്ട് 57 ഗവൺമെന്റ് വന്നപ്പോഴത്തേക്ക് AR മേനോൻ എന്ന് പറയുന്ന ആ മന്ത്രിയാണ്, ആരോഗ്യമന്ത്രി. അങ്ങേരാണ് പിന്നെ അത് ഉദ്ഘാടനം ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ആ സ്ഥലവും തന്ന ആ കെട്ടിടവും കെട്ടിയിട്ട് അതൊക്കെ ആ കെട്ടിടം ഇപ്പോഴും ഉണ്ട്. ഞേപ്പുറത്തൊന്നുള്ള ഇടിച്ച് കളഞ്ഞ് ഞേപ്പുറത്ത് സേതു പാർവതിഭായി അമ്മയുടെ പേരിൽ അവർ ഒരു മെറ്റേണിറ്റി വാർഡ് അതിൻ്റെ പണം മുഴുവനും മഹാരാജ കുടുംബം തന്നതാണ്. അത് വെച്ച് കഴിഞ്ഞ് അപ്പോൾ പ്രകാശം ഈ ഇതൊക്കെ പറഞ്ഞ് സ്ഥലം കിട്ടാനായി വന്നപ്പോഴത്തേക്ക് മുനിസിപ്പാലിറ്റിയിലെ കുറേ ഭാഗം ആശുപത്രിക്ക് കൊടുത്ത് കുറച്ച് ഭാഗം അവിടെ തുടങ്ങിയപ്പോഴത്തേക്ക് മുനിസിപ്പാലിറ്റിയുടെ അടുത്തോട്ട് എഴുതുന്നത് അന്ന് രാമേന്ദ്രൻ എന്ന് പറഞ്ഞൊരു പോറ്റി ഒരു ഡോക്ടറാണ്. അന്നത്തെ ഡോക്ടർ ഡാനിയൽ സൂപ്രണ്ട് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അപ്പോൾ അയാള് കുടുംബവും വന്ന് 1-2 ചത്ത് വലിയൊരു ആക്സിഡന്റ് ഇവിടെ വാരിക്കൊണ്ടുവന്ന് ഇതൊക്കെ പോസ്റ്റ്മോർട്ടം ഒക്കെ നടത്തി എവിടെയാണ് ഞങ്ങളെയൊക്കെ വിളിച്ച് കാണിക്കുമായിരുന്നെന്ന് ഡോക്ടർ. നമ്മളെ പിള്ളേരാണ്. അങ്ങനെ അതൊക്കെ കണ്ട അന്നങ്ങനെയാണ് ആശുപത്രി ഉണ്ടായത്. പിന്നെ അങ്ങനെ അങ്ങനെ ചെയ്ത വെച്ച കാര്യങ്ങളെന്ന് പറയുന്നത് ബോയ്സ് അതിന് സ്ഥലം കിട്ടിയത് പോളിടെക്നിക്കിന് സ്ഥലം, അത് കഴിഞ്ഞ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫാക്ടറിക്ക് സ്ഥലം, അത് കഴിഞ്ഞിട്ട് സ്ഥലം അതൊക്കെ മഹാരാജാവിൻ്റെ സ്ഥലങ്ങളാണ്, തന്ന സ്ഥലങ്ങളാണ്. പിന്നീടാണ് അത് ലേലം ചെയ്ത് കൊടുക്കുന്നത്. ഇത്രയും ആളുകളൊക്കെ മുഴുവനും പിന്നെ ലേലം ചെയ്ത് എടുക്കുന്നത് അത് പിന്നീടാണ്. ഓരോരുത്തർക്കും 35 രൂപയാണ് അതിൻ്റെ സെൻറ്റിൻ്റെ വില വെച്ച് കൊടുത്തത്. പറിയാങ്കാടാണ് മുഴുവനും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ മസ്റ്റർ അത്ലറ്റിക് അസോസിയേഷൻ പിന്നെ ഈ സ്റ്റേഡിയത്തിന് വേണ്ടി ഒരു ശ്രമം നടത്തിയത്. അന്ന് ഗോതവർമ്മ രാജാവുണ്ട്. ഗോതവർമ്മ രാജ കൂടെ പറഞ്ഞ് അങ്ങനെ കൂടെ സപ്പോർട്ട് ചെയ്താണ്. അങ്ങനെ ഈ സ്പോർട്സിൻ്റെ ആളായിരുന്നല്ലേ, സപ്പോർട്ട് ചെയ്താണ് 8.25 ഏക്കർ സ്ഥലം അതിന് തന്നത്. ആ സ്ഥലത്താണ് ഇപ്പോൾ ഇൻ്റർനാഷണൽ സ്റ്റേഡിയം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഉണ്ണികൃഷ്ണൻ സാറും ഞങ്ങളൊക്കെ ഒരു കമ്മിറ്റി ഒക്കെ കൂടെ ചേർന്ന് ഇങ്ങേരും കൂടെയൊക്കെയാണ് അത് കിട്ടിയത്. ഞങ്ങളത് എന്താ ചെയ്യുന്ന നമ്മളെ കൊണ്ട് നടക്കാൻ വന്നപ്പോൾ ആദ്യം കുറേ കാലം സ്പോർട്സ് കൗൺസിൽ ചില കെട്ടിടം കെട്ടാനും അതിനൊക്കെ തന്നിരുന്നത് കാശ് തന്നെ. പിന്നെയൊക്കെ ഓരോ ക്യാമ്പുകളൊക്കെ നടത്തി, LSS ക്യാമ്പ് മറ്റേ ക്യാമ്പ് ഇതൊക്കെ നടത്തിയാണ് അത് ഇതൊക്കെ മുറിച്ച് മാറ്റി സ്റ്റേഡിയത്തിൻ്റെ രൂപങ്ങളാക്കിയത്. ഇത് കഴിഞ്ഞപ്പോഴാണ് ഗോതവർമ്മ രാജ പറഞ്ഞ് നിങ്ങൾ ഇത് സ്പോർട്സ് കൗൺസിൽ കൈമാറി. അപ്പോൾ കണ്ടീഷനിൽ നമ്മൾ എഴുതി കൊടുത്ത് സ്പോർട്സ് കൗൺസിലല്ലാതെ വേറെ സ്പോർട്സിനല്ലാതെ സ്റ്റേഡിയം അല്ലാതെ വേറെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള, അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഞങ്ങളിൽ തിരിച്ചു വരും. അത് അങ്ങനെ കൊടുത്ത് അങ്ങനെയാണ് പിന്നെ ഓരോരുത്തരായിട്ട് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റുമാർ വന്നപ്പോഴത്തേക്ക് ഒക്കെ തുടങ്ങിയത്. അതാണ് അത്രയൊക്കെ തന്നെയാണ് ഉള്ള ഓർമ്മകൾ. പിന്നെ വേറെ മറ്റു രാഷ്ട്രീയ അപ്പം 48 കോൺഗ്രസിൻ്റെ ആളെന്ന് പറയണത് അന്ന് KP ദാസ് എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ. KP ദാസ് എന്ന് പറയുന്ന ആളിൽ അവിടെ ഒരു കെട്ടിടം ഉണ്ടായിരുന്നു ഫ്രണ്ടിൽ.
ആ കെട്ടിടത്തിലായിരുന്നു കോൺഗ്രസ് ഓഫീസ്. ശ്രീകൃഷ്ണൻ ആയിൽ മില്ലിൽ കയറി പോണ വഴിയിൽ അവിടെ ഉണ്ടായിരുന്നത്. ആ സ്ഥലത്താണ് കോൺഗ്രസ് ഓഫീസ് നടക്കുന്നത്. നമ്മളെ ജനാർദ്ദന ആശാരി എന്ന് പറയുന്ന അയാൾ അന്നത്തെ സെക്രട്ടറിയാണ് അവിടുത്തെ കോൺഗ്രസിൻ്റെ. താലൂക്ക് പ്രസിഡന്റ്, താലൂക്ക് സെക്രട്ടറി അതൊക്കെ ആയി. പിന്നെ അവസാനം അയാൾ പിന്നെ അവിടുന്ന് ഇത് കഴിഞ്ഞിട്ട് അങ്ങനെ ജില്ലാ കമ്മിറ്റിയിലേക്ക് പോയി. അവിടെ ഓഫീസിലായിരുന്നില്ല. അവസാനം ഇതൊക്കെ വന്ന് 100 നാട്ട് കിടക്കേണ്ടി വന്ന് അങ്ങനെയാണ് മരിച്ചത്. അതൊക്കെ നമ്മൾ കുട്ടിക്കാലത്ത് ഉള്ള സൗഹൃദങ്ങളാണ്. കോൺഗ്രസ് തന്നെ EMS അല്ല കോൺഗ്രസ്. അവരൊക്കെ അന്നത്തെ പിന്നീടല്ലേ മാറണത്. അവിടെ കഴിഞ്ഞിട്ട് കക്ഷമുള്ളത് സാറ് ഇങ്ങനെ ഓരോരുത്തർ അവരെയൊക്കെ ഇപ്പം മുനിസിപ്പൽ കൗൺസിൽ വരുന്നത്. ആ മുനിസിപ്പൽ കൗൺസിൽ വരുമ്പോഴത്തേക്ക് ഇവിടെ പ്രവർത്തിക്കുന്നതിൻ്റെ ഗുണം അനുസരിച്ചാണ് മാറി വരണത്. അപ്പോൾ പ്രകാശം അങ്ങ് പോയപ്പോഴത്തേക്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുഞ്ഞരാമൻ അല്ല പ്രകാശം MLA കഴിഞ്ഞിട്ട് പിന്നീട് പിന്നെ കുറച്ച് കാലം കൂടെ പിന്നെ ജനാർദ്ദനമുള്ള വക്കീലായിരുന്നു കുറേ കാലം മുനിസിപ്പൽ ചെയർമാൻ. ആ കാലത്ത് 3 ചെയർമാന്മാർ. സ്വാമിയൊക്കെ പിന്നീട് ആണ് വരുന്നത്. സ്വാമി ആദ്യം ടീച്ചറായിരുന്നു. അത് കഴിഞ്ഞിട്ട് സ്വാമിയുടെ അച്ഛൻ നൂൽക്കട ആയിരുന്നു. ഇപ്പം RGP VGP ഹാർഡ്വെയർ കിടക്കുന്നിടത്ത് നൂൽക്കട. അന്ന് നൂലിന് പിന്നെ ഇത് കൊടുക്കും, നൂലിന് കൺട്രോളാണ്. അപ്പോൾ അത് എല്ലാ ആളുകൾക്കും ഈ കൊടുക്കുമ്പോഴത്തേക്കും കാർഡ് അനുസരിച്ചാണ് കൊടുക്കാൻ നോക്കും. അതിൻ്റെ എന്തായിരുന്നു അയാൾക്ക് ചാർജ്. അത് കഴിഞ്ഞിട്ട് സ്വാമി പിന്നെ തിരിച്ചു വരണത് വക്കം പുരുഷോത്തമായി ഞാട്ടാകാതിന് ശേഷമാണ് ഇപ്പോൾ ആക്റ്റീവാകുന്നത്. അതുവരെ ഇല്ല. പിന്നെ ഓരോരുത്തരും ഇങ്ങനെ മാറി കൺട്രസ്റ്റ് ചെയ്ത് അവർ രായപ്പൻ ആശാരി ജഡ്ജീസ് അയാളാണ് യൂത്ത് കോൺഗ്രസ് ഇവിടെ ഉണ്ടാക്കണത്. അയാളും അന്ന് R. ശങ്കർ ലോഹിതം വക്കീലിൽ അവിടെ വന്നിരുന്നിട്ട് പറഞ്ഞ് ഇവിടെയുള്ള ഒരു വക്കീൽ തിരുവനന്തപുരത്തുണ്ടല്ലേ, അവിടെ പോയി വിളിച്ചോണ്ട് വരണം. അങ്ങനെയാണ് വക്കം പുരുഷോത്തമന, വെട്ടൻ രവി, HN ചരുവിള ഇവരെല്ലാവരും കൂടെ പോയി അവിടെ പോയി. എപ്പോഴും പേട്ട ഓഫീസിൽ കാണും. അന്നത്തെ അച്ഛാന്ന് വിളിച്ചാൽ അവിടെ കിടക്കുക. അവിടെയാണ് വക്കം പുരുഷോത്തമൻ. അയാൾ എല്ലാം ഈ പരുവത്തിലായത് കേസുകുമാരൻ്റെ അന്ന് DCC സെക്രട്ടറി ആകുമ്പോഴത്തേക്ക് പ്രസിഡന്റ് ആകുമ്പോൾ ആ പ്രസ്താവനകളൊക്കെ അന്ന് ഇങ്ങനെ അയാളെ പ്രസ്താവനകൾ കൊടുത്തപ്പോൾ അങ്ങനെയാണ് അയാൾ വളർന്നത്. അത് അങ്ങനെ വന്ന് ആണ് പിന്നെ ഇവിടെ കൊണ്ട് നിർത്തുന്നത്. വക്കം പുരുഷോത്തമൻ RSP ആയിരുന്നു ആദ്യകാലത്ത്. RSP കഴിഞ്ഞിട്ട് പിന്നെയാണ് വിളിച്ചോണ്ട് വന്നത് ഇതാക്കിയത്. പിന്നെ അയാൾക്ക് കിട്ടാവുന്ന പരമാവധി ഇത് കിട്ടി. അത് അയാൾ പിന്നെ അധ്വാനം ആ തരത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് പറയാൻ. ആറ്റിങ്ങൽ വേണ്ടി ഇപ്പോൾ ഉള്ള കല്ലിടക്ക് പോയി നോക്കുമ്പോൾ അപ്പം നമ്മളെ നോക്കുന്നത്, ഞാനിപ്പോൾ നോക്കുന്നതെന്ന് വെച്ചാൽ കല്ല് ഇട്ട് സ്ഥാപിച്ചിരിക്കുന്നത് ഡേറ്റ് അറിയാം. അവിടെ അടിച്ചു വെച്ചിട്ടുണ്ട്. ഏത് കാലത്ത് തുടങ്ങിയെന്ന്, എന്ത് കാലത്ത് എന്തെല്ലാം തുടങ്ങിയെന്ന്. ജൂനിയർ ടെക്നിക്കൽ സ്കൂളായിട്ട് ആദ്യം തുടങ്ങി, ഇപ്പോൾ പോളിടെക്നിക്കായി. അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ കാലത്ത് പ്രകാശത്തിൻ്റെ കാലം തുടങ്ങിയതാണ് പോളിടെക്നിക്. അങ്ങനെ പ്രകാശത്തിൻ്റെ കാലത്ത് തുടങ്ങിയ ഇവിടെയുള്ള ഹൈസ്കൂളാക്കുന്നത് തന്നെ ഗേൾസ് സ്കൂൾ ഹൈസ്കൂളാകുന്നത് ആദ്യം എല്ലാം പെണ്ണും ആണും അവിടെ തന്നെ ആയിരുന്നു, ഹൈസ്കൂളിൽ തന്നെ. ഗേൾസ് സ്കൂളാകുന്നത് ഇവിടെ പ്രകാശം ചെയർമാൻ അടിക്കുമ്പോൾ ഈ പിന്നെ ഇവിടെ ഈ സറോസ് മെഡിക്കൽസിൻ്റെ ആ കാമ്പൗണ്ടിനകത്ത് ഒരു കലോത്സവ നഗർ എന്ന് പറഞ്ഞ് എടുത്തിട്ട് 7 ദിവസത്തെ പ്രോഗ്രാം നടത്തി. ഈ പ്രോഗ്രാം നടത്തിയിട്ട് അന്ന് പിന്നെ ലളിതാപ്പന് രാഗിണിമാർ, TA മധുരം, NS കൃഷ്ണൻ ഇവരെല്ലാ നാടകങ്ങൾ അന്നൊക്കെ ഞാൻ 57 നമ്മൾ പഠിക്കുമ്പോൾ നമ്മളെല്ലാം വാളണ്ടിയർമാരാണ് ഇവരുടെ അവിടെ. അതുകൊണ്ട് ഇതെല്ലാം കാണാൻ സാധിച്ചു ഇവരെല്ലാം അന്നത്തെ നാടകം. അത് കഴിഞ്ഞിട്ട് അതിൽ കിട്ടിയ രൂപ അന്ന് ഈ എന്തൊരു 5 ദിവസത്തെ 7 ദിവസത്തേക്ക് ഇത്ര രൂപ വെച്ച് വാങ്ങിച്ച് ആണ് അത് കളക്ട് ചെയ്തത്. ആ കാശ് വാങ്ങിച്ചിട്ടാണ് 25,000 രൂപ ഗവൺമെൻറ് അടച്ച്. അങ്ങനെയാണ് ഹൈസ്കൂളാകുന്നത്, ഗേൾസ് സ്കൂൾ. അതാണ് അങ്ങനെയാണ് ഹൈസ്കൂളാവുന്നത്. അതൊക്കെ ആണ് ഉള്ള ചരിത്രങ്ങൾ, നമ്മളെ മനസ്സിലുള്ള കാര്യങ്ങൾ. ഇത് എഴുതി തീർന്നിട്ട് തീരുമാനമില്ലെന്ന് പറഞ്ഞാൽ എനിക്കറിയാൻ വയ്യ. അതിന് മുമ്പേ ഇവിടെ വെച്ച് ആറ്റിങ്ങൽ വെച്ച് സ്റ്റേഡിയത്തിൽ വെച്ച് 16ാമത് സ്പോർട്സ് ഫെസ്റ്റിവൽ, അത് സാധാരണ ജില്ലാടിസ്ഥാനത്തിലാണ് നടത്തിക്കൊണ്ടിരുന്നത്. അടിസ്ഥാനത്തിലാണ് ഇത് നടക്കുന്നതായിരുന്നു. അങ്ങനെ ഇവിടെ ഈ സ്റ്റേഡിയത്തിലേക്ക് ഗോതർമ്മ അവരൊക്കെ കൂടെ ഇവിടെ വെച്ചാണ് നടത്തിയത്. അപ്പോഴത്തേക്ക് അവർ സോവനീർ അടിച്ച്, ആ സോവനീർ എൻ്റെ ചാർജ് ഞാനും സാറൊക്കെ കൂടെയാണ് നടത്തിയത്. അത് കഴിഞ്ഞിട്ടാണ് മുനിസിപ്പൽ 83-ൽ ഞാൻ കൗൺസിലറായിരിക്കുമ്പോൾ, അന്ന് ഈ പ്രിൻറ്റിങ്ങിനൊന്നും ഇവിടെ ഇല്ല. പ്രിൻറ്റിങ്ങൊക്കെ ശിവകാശിയിലാണ് കളർ പ്രിൻറ്റിങ്.
ഞങ്ങൾ പിന്നെ അവിടെ പോയി, അന്ന് രവിയേട്ടൻ ഇവിടെ ഉണ്ട്, അങ്ങനെ അവിടെ അവരെ പോയി അവർ കണ്ട് അതൊക്കെയാണ് പറ്റിച്ചത്. അങ്ങനെയാണ് അവിടെ നിന്ന് കളർ പ്രിൻറ്റിങ് ബാക്കി KV പ്രസ്സിൽ ഒക്കെ കൂടി അടിച്ചാണ് സോവനീർ 83 സോവനീർ അടിച്ചത്. ടൗൺ ഹാൾ ഉദ്ഘാടനം. സഗമാ പദനി സ 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